ഹായ് ലേൺ സീറോ പ്ലസ് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ കുറച്ച് പേര് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഉണ്ടാവും, കുറച്ച് പേര് CBSE ഉണ്ടാവും, പല സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് +1ലെയും +2ലെയും കൂടി മാർക്ക് ഒരുപോലെ എടുത്തിട്ടാണ്, രണ്ടിൻ്റെയും കൂടി പെർസെൻറ്റേജ് എടുത്തിട്ടാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് എടുക്കുന്നത് അല്ലേ, അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇത് അറിയാവുന്നതുകൊണ്ട് +1ൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ചിലർക്കൊക്കെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. ഇപ്പോൾ +2ന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതിയ അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മളുടെ +2ൻ്റെ എക്സാമിന് അല്ലേ. കാരണം എന്താ, അതൊരു പബ്ലിക് എക്സാമായിട്ട് വരുന്ന എക്സാമാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ നിങ്ങളെ ഭാവി നിർണ്ണയിക്കുന്ന എക്സാമാണ് SSLC എക്സാം എന്നൊക്കെയാണ് പറയാം. അതുപോലെ ആ 10ാം ക്ലാസ്സിൻ്റെ കടമ്പ കഴിഞ്ഞാൽ പിന്നെ ഉള്ള കടമ്പ എന്ന് പറയുന്നതാണ് +2ലെ എക്സാമിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ കുറച്ച് പേര് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടാവും, പല ഗ്രൂപ്പായിട്ട് എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്തുകഴിഞ്ഞ ആളുടെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നായിരിക്കും അല്ലേ, അല്ലെങ്കിൽ പല നേഴ്സ് ആവണമെന്നുണ്ടാവും, പല കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എയിമിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം അല്ലേ. അപ്പോൾ നമ്മൾ +2ന് നല്ല മാർക്ക് സ്കോർ ചെയ്താലാണ് നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിട്ട് +1ലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നറിയാം അല്ലേ, ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 40 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, 40 പേര് 50 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് കുട്ടികളാണ് ഇനി +2 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ അടുത്ത സെക്ഷൻ സെലക്ട് ചെയ്യുമല്ലോ, അതിലേക്ക് ഉണ്ടാവുള്ളൂ. പിള്ളേരുടെ എണ്ണം കുറഞ്ഞു വരും, അതായത് സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ A+ തന്നെ കിട്ടുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കിട്ടുക അല്ലേ. മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്കായിരിക്കും എപ്പോഴും പ്രയോറിറ്റി കൂടുതൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. നിങ്ങൾ 10ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ട് +1ലേക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ അതേ ടെൻഷൻ തന്നെയായിരിക്കും ഈ +2 കഴിയുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ടാവും ഇതിലല്ലേ. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് എക്സാമിനാണെങ്കിൽ +1ലെ പോർഷൻസും +2ലെ പോർഷൻസും വേണം. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ടൈം കണ്ടെത്തണം അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം സെറ്റ് ചെയ്യണം. കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ, ഇഷ്ടമുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടൊരു ടൈം കണ്ടെത്തുക. അതുപോലെ ചില കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവും. ഇപ്പോൾ തബല, ഗിറ്റാർ, കീബോർഡ് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും. ചില കുട്ടികൾ ഇപ്പോൾ എന്താ പറയുക, ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാരംസ്, ഷട്ടിൽ പെൺകുട്ടികളെ കൂടുതലും കളിക്കുക, ആൺകുട്ടികളും കളിക്കാറുണ്ട്. ഫുട്ബോൾ അങ്ങനെയുള്ള ഗെയിംസുകളുണ്ട് അല്ലേ. അപ്പോൾ അത് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ടൈം വയ്ക്കുക. ഞാൻ +2 അല്ലേ, എനിക്ക് സമയം കിട്ടുമോ, ഇതിനൊക്കെ സമയം കിട്ടുമോ എന്ന് നിങ്ങൾ കരുതരുത്. അതിനൊക്കെ സമയം സെറ്റ് ചെയ്തുള്ളൊരു ടൈം ടേബിൾ വേണം നിങ്ങൾ കറക്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ വെറുതെ ടൈം ടേബിൾ ആക്കി വെച്ചിട്ട് പോരാ, അത് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മെയിനായിട്ട് essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതുക. അതിലെ മെയിൻ പോയിന്റുകൾ മാത്രം ഒന്ന് നിങ്ങൾ എടുത്തെഴുതുക നമ്മൾ ഈ പേപ്പറിലേക്ക്. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് വായിച്ച് നോക്കുക. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യണോ അത്രത്തോളം നമ്മുടെ മെമ്മറി പവർ കൂടും അല്ലേ. ഇപ്പോൾ നിങ്ങളിൽ തന്നെ ആവറേജ് ലെവലുണ്ടാവും, ബിലോ ആവറേജ് ലെവലിലുള്ള കുട്ടികളുണ്ടാവും, എബോ ആവറേജ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ലെവലിലുള്ള കുട്ടികൾക്കായാലും ക്വസ്റ്റ്യൻ പേപ്പർ സെയിം തന്നെ വരണേ അല്ലേ. നമുക്ക് ആൻസർ എല്ലാം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. മനസ്സിലായോ? ബിലോ ആവറേജ് ഉള്ള കുട്ടികൾ ആവറേജ് ലെവലിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേണൊക്കെ ഒന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമാണ് വരാൻ പോകുന്നത് അല്ലേ. ക്രിസ്മസ് എക്സാമിനാണ് ഏറ്റവും കൂടുതൽ പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ തുടങ്ങി നന്നായി പഠിച്ചു തുടങ്ങുക. പഠിക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന ഡൗട്ടുകൾ അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. സംശയം വെച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുക,
കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും, ക്ലിയർ ആവാതെ പോകും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മൾ നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്ന നേരത്തെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ കിട്ടുകയുള്ളൂ. പിന്നെ വേറെ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അതിപ്പോൾ ഓൺലൈനിൽ വന്നാലും ഓഫ്ലൈനിലായിട്ടായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ചില കുട്ടികളൊക്കെ നമ്മുടെ ഈ വീഡിയോകളൊക്കെ കാണുക. അപ്പോൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഡൗട്ട് വരണേ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഡൗട്ട് വരണ നേരത്ത് ചോദിക്കുക, മടി വിചാരിക്കാതിരിക്കുക, നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം 9 മണിയുടെ ലൈവിൽ കാണാം. നിങ്ങൾ മാക്സിമം മിസ് ചെയ്യാതിരിക്കുക, വരാൻ നോക്കുക. എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുത്ത് തരണമെന്നൊരു ഐഡിയയും കിട്ടും. ഓക്കെ. അപ്പോൾ കറക്റ്റ് 9 മണിക്ക് തന്നെ എല്ലാവരും വരിക, ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ.